നീ ഇവിടെ ഇങ്ങനെ നേരം വിളിപ്പിക്കുകയാണോ? വാ പോയി കിടക്കാം. വേണ്ട, ചേട്ടൻ പോയി കിടന്നോളൂ. അപ്പൊ നീ? ഞാനിവിടെ തറയിൽ കിടന്നോളാം. നീ വെറും വണ്ടിയാണല്ലോ. വാ. വേണ്ട, എന്നെ തൊടണ്ട. നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവരെ എന്നെ തൊടരുത്. നാളത്തെ രജിസ്ട്രേഷൻ വെറും ഒരു ചടങ്ങല്ലേ. എനിക്ക് നിന്നോട് സ്നേഹമാണ്, നിനക്ക് എന്നോട് സ്നേഹമാണ്. നമ്മൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അത് നാളെ നടക്കും. അപ്പൊ പിന്നെ നമ്മൾ അന്യരാണ്. നമ്മൾ ഇപ്പോഴേ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. നാളെ വിവാഹം കഴിഞ്ഞ് ഞാൻ ചേട്ടന്റെ ഭാര്യയാകാവൂ, ചേട്ടന്റെ ഭർത്താവാകാവൂ. അത്ര പിടിവാശിയൊന്നും എന്നോട് വേണ്ട. ഞാനും വലിയ നിർബന്ധക്കാരനാ. ഞാനൊന്ന് തീരുമാനിച്ചാൽ മറുത്ത് പറയുന്നതോ വിസമ്മതം ഭാവിക്കുന്നതോ എനിക്കിഷ്ടമല്ല. ഞാൻ നിന്നെ എന്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു. അതിന് മറ്റാരുടെ എതിർപ്പും സമ്മതവും ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്ക് എന്നെ രക്ഷിച്ച ചേച്ചി എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ കാണാൻ ഞാൻ ജീവനോട് വരില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് മോളെ, പാപം. നീ പാപിയല്ല എന്റെ പൊന്നു മോളെ. നീ കൂടെ എന്നെ അട്ടേച്ചു പോയാൽ എനിക്കിനി ആരുണ്ടടി മോളെ. നിന്നെ രക്ഷിച്ച ആ ദേവതയെ ഒന്ന് വിളിക്കും മോളെ. ഞാനൊന്ന് നന്ദിയെങ്കിലും പറഞ്ഞോട്ടെ. രാധമ്മയോ? അതെ, ഞാൻ തന്നെ. കുഞ്ഞെ, ഞാൻ നിന്നോടും നിന്റെ കുടുംബത്തോടും ചെയ്തിട്ടുള്ള മഹാപാപങ്ങളും ദ്രോഹങ്ങളും ഓർക്കുമ്പോ എന്റെ ദൈവമേ, എന്റെ പാപങ്ങളുടെ ഫലം ഞാൻ എണ്ണി അനുഭവിക്കുകയാണ് കുഞ്ഞെ. ഒരു വശമാകെ തളർന്ന് നരകദുരിതം അനുഭവിക്കുകയാണ് മോളെ. എന്നാശ്രയം ഇവളാണ്. ഇവൾക്ക് ഇങ്ങനെയും. നിങ്ങൾ എന്നെ കൊണ്ടുവിട്ട അതേ സ്ഥലത്ത് എനിക്ക് ഇവളെ കൊണ്ടുവിടാമായിരുന്നു. ഞാനത് ചെയ്തില്ല. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് ഈ പെൺകുട്ടി എന്ത് പിഴച്ചു? അച്ഛനമ്മമാർ ചെയ്യുന്ന പാപം മക്കളുടെ തലയിൽ വീഴുന്നു പറയുന്നത് ശരിയാണ് മോളെ. ഇല്ലെങ്കിൽ ഇവൾക്ക് ഈ ചതി പറ്റണോ? ഇവൾക്ക് പറ്റിയ അബദ്ധം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരെയും അറിയിക്കാതെ ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കൂ. പറ്റുന്നില്ലെങ്കിൽ വിധി എന്നോർത്ത് സമാധാനിക്കൂ. അവളെയെങ്കിലും നഷ്ടപ്പെടാതെ നോക്കുന്നത് ഇനിയുള്ള കാലം നിങ്ങൾക്ക് ആവശ്യമാണ്.
കുറച്ച് പണം. നിങ്ങൾക്കിന്ന് ഇതാവശ്യമാണ്.